വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൊമേഴ്സ് ഈസി നോട്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് തേർഡ് സെമസ്റ്റർ BCom കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ സബ്ജക്റ്റിലെ ബോണസ് ഷെയർസ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ആദ്യം തന്നെ എന്താണ് ബോണസ് ഷെയർ എന്ന് നോക്കാം. ദ മീനിങ് ഓഫ് ബോണസ് ഷെയർ: ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് ക്യാഷ് ഇൻസ്റ്റെഡ് ഓഫ് ഡിവിഡൻഡ് ദ ഇഷ്യൂസ് ബോണസ് ഷെയർസ്. അതായത് കമ്പനിക്ക് ക്യാഷായിട്ട് ഡിവിഡൻഡ് പേ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ കമ്പനി ക്യാഷിന് പകരം കുറച്ച് ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യാണ്. ആ ഷെയർസിനെയാണ് ബോണസ് ഷെയർസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പനി ഇഷ്യൂ ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന അഡീഷണൽ ഷെയർസിനെയാണ് ബോണസ് ഷെയർസ് എന്ന് പറയാം. ഇനി ബോണസ് ഷെയർസ് കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് ആയിട്ട് തിരിച്ച് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്കൊന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വിത്തൗട്ട് എനി കൺസിഡറേഷൻ ദ കമ്പനി ഗിവ്സ് അഡീഷണൽ ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അതിനെയാണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്. ഇനി എപ്പോഴും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പ്രോറാറ്റ ബേസിസിലായിരിക്കും. പ്രോറാറ്റ ബേസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡർ കമ്പനിയിൽ എത്ര ഷെയർസ് ഹെൽഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ബേസിസിലാണ് കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ബോണസ് ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിൽ നിന്നോ അല്ലെങ്കിൽ റിസർവ്സിൽ നിന്നോ ആയിരിക്കാം. അതായത് റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള കമ്പനിയുടെ പ്രോഫിറ്റ്സിൽ നിന്നാണ് കമ്പനി ബോണസ് ഷെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ബോണസ് ഇഷ്യൂ? ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ബോണസ് ഷെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇനി ബോണസ് ഇഷ്യൂ ഓൾസോ നോൺ ആസ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ഓർ ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്സ്. അതായത് ബോണസ് കൊടുക്കുന്നത്, ബോണസ് ഷെയർസ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോഫിറ്റിൽ നിന്നോ റിസർവ്സിൽ നിന്നോ ആണ്. അതുകൊണ്ടാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്സ്? അതായത് റീറ്റെയിൻഡ് ഏർണിങ്സ് നമ്മൾ സെറ്റ് അസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് കമ്പനി ട്രാൻസ്ഫർ ചെയ്യുന്ന ഫണ്ട് ആണ് ബോണസ് ഷെയർസിന് വേണ്ടി കമ്പനി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കമ്പനിയുടെ പ്രോഫിറ്റ്സ് എല്ലാം കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാപിറ്റലൈസ് ചെയ്തു എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സർക്കംസ്റ്റൻസസ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. അതായത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഒരു കമ്പനി ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് when the company wishes to capitalize its huge undistributed profits or reserves built. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോണസ് ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിൽ നിന്നോ അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് റിസർവ്സിൽ നിന്നോ ആണ്. അപ്പോൾ കമ്പനി ആ പ്രോഫിറ്റും റിസർവും ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർക്ക് ബോണസ് ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യാം. Second situation, when the company has no sufficient cash reserves, it issues bonus shares without adversely affecting its working capital. ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് സംടൈംസ് വെൻ ഷോർട്ടേജ് ഓഫ് ക്യാഷ് ഹാപ്പൻസ്. അതായത് അവർക്ക് ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരിക്കലും കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ അത് ഇഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ബോണസ് ഷെയർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിൽ നിന്നാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സിറ്റുവേഷൻ ഇസ് ദാറ്റ് when value of fixed assets of a company exceeded its capital. കമ്പനിയുടെ ക്യാപിറ്റലിനേക്കാളും കമ്പനിയുടെ ഫിക്സഡ് അസറ്റ്സിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ എത്രയാണോ ആ ഡിഫറൻസ് അവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ എമൗണ്ടിൽ നിന്ന് അവർക്ക് കമ്പനിക്ക് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. നെക്സ്റ്റ് സിറ്റുവേഷൻ, the company may capitalize its reserves or profits by issuing bonus shares with a view to avoid problems such as demand by the workers for higher wages etc. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ മെയിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് വേജസ് ആയിരിക്കും. അവരെപ്പോഴും വേജസ് ഇൻക്രീസ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ കമ്പനിയുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സും റിസർവ്സും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ വർക്കേഴ്സിന്, എംപ്ലോയീസിന്
അവരുടെ സാലറി അല്ലെങ്കിൽ വേജസ് കൂട്ടിത്തരാൻ പറയാനുള്ള ആ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ കമ്പനിക്ക് സാധിക്കും. നെക്സ്റ്റ് സിറ്റുവേഷൻ, വെൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഫാർ എക്സീഡ്സ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ദ ഷെയർസ് ദ കമ്പനി മേ ഇഷ്യൂ ബോണസ് ഷെയർസ്. അതായത് കമ്പനിയുടെ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ പെയ്ഡ് അപ്പ് ഷെയർസിൻ്റെ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യും. ഇതൊക്കെയാണ് ബോണസ് ഷെയർ ഒരു കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന സർക്കംസ്റ്റൻസസ്. നെക്സ്റ്റ് ആണ് ഇഫക്ട്സ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ഒരു കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഇഫക്ട്സ് ആണ് ഉണ്ടായിരിക്കും? ഫസ്റ്റ് വൺ ആണ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ്. കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് ആണ് നെറ്റ്വർത്ത് ഈസ് അൺഎഫക്റ്റഡ്. നമ്മൾ പറഞ്ഞു ബോണസ് ഷെയർസ് എപ്പോഴും കമ്പനിയുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് റിസർവ്സിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ നെറ്റ്വർത്തിനെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഇഫക്റ്റ് ചെയ്യുന്നില്ല. തേർഡ് വൺ, റെഡ്യൂസ്ഡ് ഡിവിഡൻഡ് പെർ ഷെയർ. നമ്മൾ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞത് കമ്പനിയുടെ ഷെയർസ് ഇൻക്രീസ് ചെയ്യും. ഷെയർസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിവിഡൻഡ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് കുറയും. അപ്പോൾ ഡിവിഡൻഡ് പെർ ഷെയർ റെഡ്യൂസസ് വെൻ ദ നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസസ്. ദ ലാസ്റ്റ് വൺ ഇസ് നോ എഫക്റ്റ് ഓൺ ദ അസറ്റ്സ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അവർ തിരിച്ച് ഒന്നും പേ ചെയ്യണില്ല. കാരണം ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ കമ്പനിയുടെ അസറ്റിനെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് ഉണ്ടാവുന്ന ഇഫക്ട്സ്. നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ബോണസ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി ബോണസ് പേ ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് കമ്പനിക്ക് പേ ചെയ്യാൻ പറ്റുക? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ ഓഫ് കോസ്റ്റ് ആണെന്ന്. പക്ഷേ രണ്ട് രീതിയിൽ കമ്പനിക്ക് ബോണസ് ഷെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്യാഷ് ബോണസ്. ക്യാഷ് ബോണസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ നമുക്കറിയാം ക്യാഷ് ആയിട്ട് ബോണസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനെയാണ് ക്യാഷ് ബോണസ് എന്ന് പറയുക. ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ ക്യാഷ് ആസ് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് വെൻ ദ കമ്പനി ഹാസ് ഹ്യൂജ് പ്രോഫിറ്റ്സ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിക്ക് ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ ഇല്ലാത്ത സിറ്റുവേഷൻസിലാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക. ഇപ്പോൾ കമ്പനിക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിവിഡൻഡ് അവർക്ക് ക്യാഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതൊരിക്കലും കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഇഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ക്യാഷ് ബോണസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബോണസ്. ക്യാപിറ്റൽ ബോണസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അക്യുമുലേറ്റഡ് റിസർവിൽ നിന്നോ അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നോ ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ ബോണസ് എന്ന് പറയുക. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇഷ്യൂ ഓഫ് ഫ്രീ ഫുള്ളി പെയ്ഡ് ഷെയർസ് നോൺ ആസ് ബോണസ് ഷെയർസ്. അതായത് കമ്പനിക്ക് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആണ് ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുക. എപ്പോഴും ബോണസ് ഷെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കമ്പനിക്ക് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആണ് ഉള്ളതെങ്കിൽ ആദ്യം ആ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് വേണം ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ. അപ്പോൾ ഇതാണ് ടു ടൈപ്സ് ഓഫ് ബോണസ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ്, ക്യാഷ് ബോണസ് ആൻഡ് capital bonus. Next is advantages of bonus issue. ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനും കമ്പനിക്കും ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ്. ഫസ്റ്റ് വൺ, ഗെറ്റ്സ് അഡീഷണൽ ഷെയർസ് വിത്തൗട്ട് ക്യാഷ്. ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ അവർക്ക് കിട്ടുന്ന ഷെയർസ് ആണ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ. സെക്കൻഡ് വൺ, ടാക്സ് ഫ്രീ. അതായത് കമ്പനി കൊടുക്കുന്ന ബോണസ് ഷെയറിന് ഷെയർ ഹോൾഡേഴ്സ് ഒരിക്കലും ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. തേർഡ് വൺ, ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് കിട്ടിയിട്ടുള്ള ബോണസ് ഷെയർസ് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് വിൽ ഗെറ്റ് ഇൻക്രീസ്ഡ് ഡിവിഡൻഡ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ അവർക്ക് ഡിവിഡൻഡ് കൂടുതലായിട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. ദ ലാസ്റ്റ് വൺ ഈസ് ഇറ്റ് ഇൻക്രീസസ് ദ ലിക്വിഡിറ്റി ഓഫ് ഷെയർസ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ക്യാഷായി കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ബോണസ് ഷെയർസ് ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ്, കമ്പനിക്കുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ, ലിക്വിഡിറ്റി ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ആർ അൺഎഫക്റ്റഡ്. നമ്മൾ പറഞ്ഞു അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിൽ നിന്നാണ് പേ ചെയ്യുന്നത് കൊണ്ട് കമ്പനിയുടെ ലിക്വിഡിറ്റിനെയും വർക്കിംഗ് ക്യാപിറ്റലിനെയും ബോണസ് ഇഷ്യൂ ഇഫക്റ്റ് ചെയ്യുന്നില്ല.
സെക്കൻഡ് വൺ, വർക്കേഴ്സ് ഡു നോട്ട് ക്രിയേറ്റ് പ്രോബ്ലംസ്. അതായത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിൽ നിന്നാണ് അവർക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ സാലറി ഇൻക്രീസിനോ വേജ് ഇൻക്രീസിനോ അവർ ആർഗ്യൂ ചെയ്യില്ല. അതുകൊണ്ട് വർക്കേഴ്സ് പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കുറവാണ്. നെക്സ്റ്റ് ഈസ് ഇൻക്രീസസ് ക്രെഡിറ്റ് വർത്ത്നെസ് ആൻഡ് ഗുഡ് വിൽ ഓഫ് ദ കമ്പനി. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിയുടെ ക്രെഡിറ്റ് വർത്ത്നെസ്സും അതുപോലെ റെപ്യൂട്ടേഷനും ഗുഡ് വിൽ എല്ലാം ഇൻക്രീസ് ചെയ്യുന്നു. ദ ലാസ്റ്റ് വൺ ഈസ് റെഡ്യൂസസ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ഹെൻസ് ഡിക്രീസസ് കോമ്പറ്റീഷൻ. കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ഇൻ ദ കമ്പനി ഇൻക്രീസ് ചെയ്യാണ്. അതുകൊണ്ട് ഡിവിഡൻഡ് പെർ ഷെയർ ഡിക്രീസ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി കമ്പനിക്ക് കോമ്പറ്റീഷൻ കുറയും ചെയ്യും. നെക്സ്റ്റ് ഈസ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ബോണസ് ഇഷ്യൂ. അഡ്വാൻറ്റേജസ് ഉള്ള പോലെ കമ്പനിക്ക് ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്, ടു ഷെയർ ഹോൾഡേഴ്സ് ആസ് വെൽ ആസ് ടു കമ്പനി. ഫസ്റ്റ്, ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവുന്ന ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിവിഡൻഡ് പെർ ഷെയർ ഡിക്രീസസ്. ഡിവിഡൻഡ് പെർ ഷെയർ ഡിക്രീസ് ചെയ്യും. കാരണം എല്ലാവരും ഡിവിഡൻഡ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യുന്നുള്ള വിചാരത്തിലാണ് എപ്പോഴും നമ്മൾ ഷെയർസ് പർച്ചേസ് ചെയ്യുക. പക്ഷേ ഡിവിഡൻഡ് പെർ ഷെയർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക, കാരണം കമ്പനിയിൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യാണ്. നെക്സ്റ്റ് വൺ, മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഫോൾസ്. കോമ്പറ്റീഷൻ കുറയാന്ന് നമ്മൾ അഡ്വാൻറ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് വാല്യൂ കുറയും ഷെയർസിൻ്റെ. നെക്സ്റ്റ്, ഷെയർസ് കനോട്ട് ബി ഡിസ്പോസ്ഡ് ഈസിലി. കമ്പനിയിൽ ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിക്വിഡിറ്റി ഓഫ് ദ ഷെയർസ് ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള ഷെയർസ് ഓപ്പൺ മാർക്കറ്റിൽ ഈസിലി സെയിൽ ചെയ്യാനുള്ള ചാൻസസ് എല്ലാം കുറയും. നെക്സ്റ്റ്, എൻകറേജസ് സ്പെക്യുലേഷൻ. സ്പെക്യുലേഷൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, കമ്പനിയുടെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ആസ് ഡിവിഡൻഡ് പെർ ഷെയർ ഡിക്രീസസ് റെപ്യൂട്ടേഷൻ ഓൾസോ ഡിക്രീസ്. ഡിവിഡൻഡ് പെർ ഷെയർ ഡിക്രീസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഗുഡ് വില്ലും ക്രെഡിറ്റ് വർത്ത്നെസ്സും റെപ്യൂട്ടേഷനും എല്ലാം കുറയാനുള്ള ചാൻസസ് ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സിനെ പോലെ തന്നെ കമ്പനിക്കും സ്പെക്യുലേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, റെഡ്യൂസസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഏൺഡ്. അതായത് കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിയുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ട് കമ്പനി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ദ ലാസ്റ്റ് വൺ, സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രിൻറ്റിംഗ്, സ്റ്റേഷനറി അങ്ങനെയുള്ള എക്സ്പെൻസസ് എല്ലാം ഇൻകർ ചെയ്യുന്നതാണ്. ഇതാണ് ബോണസ് ഇഷ്യൂവിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് കമ്പനി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബോണസ് ഷെയറിനെ കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും.